നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രോഡക്റ്റുകൾ ഉണ്ടാകും അല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റാത്തവ. അവ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെയാകും. എന്നാൽ വേറെ ചിലതോ നമ്മൾ ഓർത്തിരിക്കുക പോലുമില്ല. എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം? ഇന്ന് നമ്മൾ ആ രഹസ്യം കണ്ടെത്താൻ പോവാണ്. ആളുകൾക്ക് ശരിക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില ആപ്പുകൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കും അല്ലേ? എന്നാൽ വേറെ ചിലത് ഒരു തവണ ഡൗൺലോഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ തുറന്നുപോലും നോക്കില്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് അഴിച്ചെടുക്കാൻ പോകുന്നത്. പലരും വിചാരിക്കുന്നത് എന്താണെന്നോ, കുറേയധികം ഫീച്ചറുകൾ അങ്ങ് കൊടുത്താൽ പ്രൊഡക്റ്റ് ഹിറ്റാകുമെന്ന്. പക്ഷേ സത്യമതല്ല. ശരിയായ പ്രശ്നത്തിന് ശരിയായ സമയത്ത് ശരിയായ പരിഹാരം കൊടുക്കുന്ന ഫീച്ചറുകളാണ് പ്രധാനം. അപ്പോൾ എങ്ങനെയാണ് ഈ ശരിയായ ഫീച്ചറുകൾ നമ്മൾ കണ്ടെത്തുക? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പണിയുന്നത് പോലെ തന്നെയാണ്. അതിന് നല്ല വ്യക്തമായൊരു പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് വേണം. ഈ ബ്ലൂ പ്രിന്റിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ: കോർ ഫീച്ചറുകൾ, സപ്പോർട്ടിംഗ് ഫീച്ചറുകൾ, പിന്നെ ഡിഫറൻഷ്യേറ്റിംഗ് ഫീച്ചറുകൾ. ഇവ 3ഉം ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് പൂർണ്ണമാകുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം അല്ലേ? ആദ്യം തന്നെ കോർ ഫീച്ചറുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഹൃദയമാണ്. ഇതില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഇല്ല. ഇപ്പോ ഒരു കാറിന്റെ കാര്യമെടുത്താൽ അതിന്റെ കോർ ഫീച്ചർ എന്താ? അതിന് ഓടാൻ പറ്റണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. അടുത്തതാണ് സപ്പോർട്ടിംഗ് ഫീച്ചറുകൾ. ഇവയുടെ പണി എന്താന്ന് വെച്ചാല് ആ കോർ ഫീച്ചറുകളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ കാറിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയാല് പവർ സ്റ്റിയറിംഗ്, AC ഇതൊക്കെ സപ്പോർട്ടിംഗ് ഫീച്ചറുകളാണ്. ഇതൊന്നുമില്ലാതെയും കാർ ഓടും അല്ലേ? പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ യാത്ര കുറച്ചും കൂടി സുഖകരമാകും. അവസാനത്തേത്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടത്, ഡിഫറൻഷ്യേറ്റിംഗ് ഫീച്ചറുകൾ. ഇതാണ് നിങ്ങളുടെ സീക്രട്ട് സോസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാറ്റി നിർത്തുന്നത് ഈ ഫീച്ചറുകളാണ്. ചിലപ്പോൾ അത് ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് പോലെ ഒന്നാകാം, അല്ലെങ്കിൽ ഒരു ഫോണിന്റെ കിടിലൻ ക്യാമറ, അങ്ങനെ എന്തെങ്കിലും. ആളുകളെ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് ഈ ഒരു മാജിക്കാണ്. ഓക്കെ, അപ്പോ ഫീച്ചറുകൾ എന്താണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമ്മൾ പോകുന്നത് അതിന്റെ എന്തുകൊണ്ട് എന്നതിലേക്കാണ്. ഓരോ ഫീച്ചറും ഒരു യൂസറുടെ യഥാർത്ഥ ആവശ്യങ്ങളുമായും അവരുടെ ഫീലിംഗ്സുമായും എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഒരു നല്ല ഫീച്ചർ എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ചെയ്യുന്ന ഒന്നല്ല. അത് ഒരു യൂസറുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുകയും അവർക്കൊരു നേട്ടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ നമുക്കിതിനെ സമീപിക്കാം. ഏതൊരു ഫീച്ചർ എടുത്താലും നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. 1, ഇത് എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? 2, ഇത് യൂസർക്ക് നേരിട്ടുള്ള എന്ത് നേട്ടമാണ് നൽകുന്നത്? മൂന്നാമത്തേത്, ഇതവരിൽ എന്ത് വൈകാരികമായ മാറ്റമാണ്, എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്? ഒരു ആത്മവിശ്വാസം, സന്തോഷം, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വബോധം? ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും മികച്ച ഫീച്ചറുകൾ ഉണ്ടാകുന്നത്. ഈ ഉദ്ധരണിയിൽ പറയുന്നതും അതുതന്നെയാണ്. ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ വെറുമൊരു ഫംഗ്ഷൻ മാത്രമല്ല തരുന്നത്. അത് നമുക്കൊരു തരം ശാക്തീകരണവും കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണെന്നൊരു തോന്നലും നൽകുന്നു. നിങ്ങളുടെ ഫീച്ചറുകൾക്ക് ആ ഒരു അനുഭവം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പലതരം ഫീച്ചർ ഐഡിയകളുണ്ട്. കോർ, സപ്പോർട്ടിംഗ്, ഡിഫറൻഷ്യേറ്റിംഗ്. പക്ഷെ പ്രശ്നമതല്ല, ഇതെല്ലാം കൂടി നമുക്ക് ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ ഏതിന് മുൻഗണന കൊടുക്കും? എവിടെ നിന്ന് തുടങ്ങും? അതാണ് അടുത്ത വലിയ ചോദ്യം അല്ലേ? ഇത്രയും നല്ല ആശയങ്ങൾ മുന്നിലിരിക്കുമ്പോൾ ഏതാണിപ്പോൾ ചെയ്യേണ്ടത്, ഏതാണ് പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്? ഇത് എല്ലാ പ്രൊഡക്റ്റ് ടീമുകളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഇതിനൊരു വഴിയുണ്ട്. അതിന്റെ ഉത്തരമാണ് മിനിമം വയബിൾ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ MVP എന്ന ആശയത്തിലുള്ളത്. സംഭവം സിമ്പിളാണ്. യൂസറുടെ പ്രധാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ ഫീച്ചറുകൾ മാത്രം വെച്ച് പ്രോഡക്റ്റ് ആദ്യം ഇറക്കുക. എന്നിട്ട് ആളുകളുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് പതുക്കെ പതുക്കെ പുതിയ ഫീച്ചറുകൾ ചേർക്കുക. ഈ തീരുമാനങ്ങൾ എടുക്കാൻ ഈ 3 ചോദ്യങ്ങൾ നമ്മളെ ശരിക്കും സഹായിക്കും. 1, നമ്മുടെ MVP ലോഞ്ചിന് ഏതൊക്കെ ഫീച്ചറുകൾ ഒഴിവാക്കാൻ പറ്റില്ല? 2, ഏതൊക്കെയാണ് നമുക്ക് പിന്നെ ഘട്ടം ഘട്ടമായി ചേർക്കാൻ പറ്റുന്നത്? മൂന്നാമത്തെ ചോദ്യം, മാർക്കറ്റിൽ നമ്മളെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പവർഫുൾ ഫീച്ചർ ഏതാണ്? സാധാരണയായി കോർ ഫീച്ചറുകൾ എപ്പോഴും MVPയിലുണ്ടാകും, സപ്പോർട്ടിംഗ് ഫീച്ചറുകളൊക്കെ പിന്നെ ചേർത്താൽ മതിയാകും. ഓക്കെ, നമ്മൾ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി.
ഫീച്ചറുകൾക്ക് മുൻഗണനയും കൊടുത്തു. പക്ഷെ നമ്മൾ ഈ ചിന്തിച്ചതൊക്കെ ശരിയാണോന്ന് എങ്ങനെ അറിയും? അവിടെയാണ് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുന്നത്: റിയാലിറ്റി ചെക്ക്. നമ്മുടെ ഐഡിയകളും പ്ലാനുകളുമെല്ലാം സത്യം പറഞ്ഞാൽ വെറും ഊഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ആളുകൾ അത് ഉപയോഗിച്ചു തുടങ്ങുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ ഫീച്ചറും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോ ഒരു ഫീച്ചർ വിജയിച്ചോ എന്ന് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അതിന് ചില വഴികളുണ്ട്. എത്ര ശതമാനം ആളുകൾ ആ ഫീച്ചർ ഉപയോഗിക്കാൻ തുടങ്ങി, അവരെത്ര ഇടവിട്ടത് ഉപയോഗിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവരുടെ ഫീഡ്ബാക്ക് എന്താണ്? ഈ ഡേറ്റ കിട്ടുന്നത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ചാർട്ടൊന്ന് നോക്കൂ. നമ്മുടെ കോർ ഫീച്ചർ 90% ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊള്ളാം. പക്ഷെ നമ്മൾ വലിയ സംഭവമായിരിക്കും എന്ന് കരുതി ചേർത്ത ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ വെറും 30% ആളുകളെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ആളുകൾക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല, അല്ലെങ്കിൽ അവർക്കത് വേണ്ട. കണ്ടില്ലേ, ഈ ഒരൊറ്റ വിവരം മതി നമ്മുടെ അടുത്ത പ്ലാൻ മാറ്റിയെഴുതാൻ. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയുടെ എല്ലാം കാതലായ ഭാഗം ഇതാണ്: ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരൊറ്റ ചോദ്യം വേണം. നമ്മളുണ്ടാക്കുന്ന ഈ ഫീച്ചറുകൾ ഉപയോക്താവിന് യഥാർത്ഥത്തിൽ ഒരു മൂല്യം കൊടുക്കുന്നുണ്ടോ? അത് മാർക്കറ്റിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നല്ല പ്രോഡക്റ്റുകളുടെ എല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്.